നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. തൊഴിൽ തേടിയെത്തിയ പാകിസ്ഥാനികളുടെ പെരുമാറ്റത്തിൽ ആശങ്ക അറിയിച്ച് ഗൾഫ് രാജ്യങ്ങൾ. വിദേശ പാകിസ്ഥാനികൾക്കായുള്ള സെനറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിലാണ് ഈ വെളിപ്പെടുത്തൽ. 2023 സെപ്റ്റംബർ മുതലുള്ള റിപ്പോർട്ടാണ് ഈ വെളിപ്പെടുത്തലിന് ആധാരം. ഓരോ വർഷവും 0.6 ദശലക്ഷം മുതൽ 0.8 ദശലക്ഷം വരെ പാകിസ്ഥാനികൾ രാജ്യം വിടുന്നുവെന്നും 2 ലക്ഷം മുതൽ 3 ലക്ഷം വരെ മാത്രമേ തിരിച്ചെത്തുന്നുള്ളൂവെന്നും അർഷാദ് കമ്മിറ്റി അറിയിച്ചു. UAE പ്രതിവർഷം 1.6 ദശലക്ഷം പാകിസ്ഥാനികൾക്ക് കോട്ടയുണ്ട്. അതിപ്പോൾ 1.8 ദശലക്ഷം കവിഞ്ഞു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, സൗദി അറേബ്യ, ഖത്തർ, കുവൈറ്റ് എന്നീ രാജ്യങ്ങൾ തങ്ങളുടെ രാജ്യങ്ങളിൽ താമസിക്കുന്ന പാകിസ്ഥാൻ പൗരന്മാരുടെ പെരുമാറ്റത്തിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ടെന്ന് ഓവർസീസ് പാകിസ്ഥാൻ സെക്രട്ടറി ഡോക്ടർ അർഷാദ് കമ്മിറ്റി അറിയിച്ചു. കുടിയേറുന്ന പാകിസ്ഥാനികളുടെ ഏറ്റവും വലിയ കൂട്ടം യാചകരാണെന്നും റിപ്പോർട്ടിൽ പറയുന്നു. തീർത്ഥാടനത്തിന്റെ മറവിൽ ഇറാഖിലേക്കും സൗദി അറേബ്യയിലേക്കും യാത്ര ചെയ്യുന്ന പാകിസ്ഥാൻ യാചകരാണ്. നിരവധി വ്യക്തികൾ ഉംറ വിസയിൽ സൗദി അറേബ്യ സന്ദർശിക്കുകയും പിന്നീട് ഭിക്ഷാടന പ്രവർത്തികൾ ഏർപ്പെടുകയും ചെയ്യുന്നു. ഈ രാജ്യങ്ങളിൽ അറസ്റ്റിലായ ഭിക്ഷാടകരിൽ 90% പാകിസ്ഥാൻ പൗരന്മാരാണ്. പാകിസ്ഥാൻ പ്രവാസികളുടെ കാര്യത്തിൽ വെസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങൾ അസ്വസ്ഥരാണെന്നും സെനറ്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അറിയിച്ചു. UAE-യിൽ 50% കുറ്റകൃത്യങ്ങൾക്കും പിന്നിലുള്ളത് പാകിസ്ഥാനികളാണ്. ഭിക്ഷാടകരെയും രോഗികളെയും അയക്കരുതെന്ന് സൗദി പാകിസ്ഥാനോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. വിദേശത്തേക്ക് പോകുന്ന ഭൂരിഭാഗം പാകിസ്ഥാനികളും വൈദഗ്ധ്യമില്ലാത്തവരും ശരിയായ പരിശീലനമില്ലാത്തവരുമാണെന്ന് വിദേശ മന്ത്രാലയ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. ദുബായിൽ സ്ത്രീകളെ മോശമായി ചിത്രീകരിച്ച സംഭവങ്ങളിൽ ഉൾപ്പെടെ പാകിസ്ഥാനികളുടെ അനുചിതമായ പെരുമാറ്റത്തിൽ റിപ്പോർട്ടുകൾ അനവധിയാണ്. മറ്റു രാജ്യങ്ങൾ പാകിസ്ഥാനികളെ സംശയിക്കുകയും മറ്റു രാജ്യങ്ങളിൽ നിന്നുള്ള തൊഴിലാളികളെ പിന്തുണയ്ക്കുകയുമാണെന്നും ഉദ്യോഗസ്ഥർ പറയുന്നു. നാഷണൽ സെന്റർ ഫോർ ഹ്യൂമൻ റിസോഴ്സസ് ഡെവലപ്മെന്റ് നടത്തുന്ന ടെസ്റ്റ് വിജയിച്ചാൽ മാത്രമേ തൊഴിലാളികളെ ജോലിക്ക് അനുവദിക്കൂ എന്ന് സൗദി അറേബ്യ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.